I opt for Signature Hydrofacial every month without fail. Sometimes I even fluctuate. I do Wish Pro facial, I do other relaxing facials. അപ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ? ഇവർക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ച വേറെ സീറത്തിനെ കുറിച്ച് പറഞ്ഞതും. I will give it to you in writing. Show me one influencer who is using so much of products and then have a good skin. അപർണ തോമസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വന്ന് ഓരോരോ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യലായിരുന്നു അപർണ ചേച്ചിയുടെ പരിപാടി. അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു ബ്രാൻഡിന്റെ ബ്യൂട്ടി ക്രീം ആണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ബ്രാൻഡിനെ പൊക്കി പിടിച്ചായിരിക്കും ചേച്ചി വരുന്നത്. എന്നിട്ട് എല്ലാ ക്രീമും ഞാൻ വർഷങ്ങളോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചേച്ചി തള്ളി മറിക്കും. എന്റെ സ്കിന്ന് സോഫ്റ്റ് ആയത് ഈ ക്രീം ഉപയോഗിച്ചിട്ടാണ്, എന്റെ സ്കിന്നിലെ ടാൻ പോകാൻ സഹായിച്ചത് ഈ ക്രീമാണ്, എന്റെ പല്ല് വെളുത്തത് ഈ ക്രീം തേച്ചിട്ടാണ്. എന്തൊക്കെ ബഹളായിരുന്നു എന്നറിയോ? എന്നിട്ട് ഇപ്പൊ എന്തായി? കഴിഞ്ഞ ദിവസം അപർണ ചേച്ചി തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാരും അതൊന്ന് കണ്ടോക്കണം. തന്റെ സൗന്ദര്യത്തിലെ പിന്നിലെ യഥാർത്ഥ രഹസ്യം ചേച്ചി ആ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ വീഡിയോ കണ്ടോ. Hi guys, welcome to a new vlog. Welcome to Aparna Thomas official YouTube channel. ഇന്ന് ഞാൻ നിയാര എസ്തെറ്റിക്സിലാണ് വന്നേക്കുന്നത് അറ്റ് പനമ്പള്ളി നഗർ. ദിസ് ഇസ് മൈ ഗോ ടു ഡെർമറ്റോളജി ക്ലിനിക്. ഇവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യണേ. എസ്പെഷ്യലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് അറിയാം, ബിക്കോസ് ഐ ഓൾവേസ് പുട്ട് അപ്പ് frequent reels whenever I visit this place, whenever I get my treatments done. But today is yet another self-care day. ഞാൻ ഇങ്ങനത്തെ ഒരു ഡേ ചൂസ് ചെയ്യും so that I come here and I do all the procedures I do. മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് എല്ലാം ചെയ്യാനായിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങ് പോരും. അപ്പൊ ഇന്ന് ഞാൻ അത് വ്ളോഗ് ചെയ്യാണ്. ഐ എം ഗോയിങ് ടു ഷോ യു വിച്ച് എവർ ട്രീറ്റ്മെന്റ്സ് ഞാനിപ്പോ റൈറ്റ് നൗ കറന്റ്ലി എടുത്തോണ്ടിരിക്കുന്നത്. അതൊരു 3-4 ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ്റനൻസും കൂടെ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ I always recommend this place to my friends, my followers and whoever asks me for a good dermatology clinic in Kochi. അപ്പം നിങ്ങളും കൊച്ചിയിൽ ഒരു ഡെർമാറ്റിനെ നോക്കി നടക്കുകയാണ്, ഒരു ഡെർമറ്റോളജി ക്ലിനിക്ക് നോക്കി നടക്കുകയാണെങ്കിൽ പ്ലീസ് വിസിറ്റ് നിയാര എസ്തെറ്റിക്സ് അറ്റ് പനമ്പള്ളി. ഡോക്ടർ സോണിയ, ഷീ ഈസ് ദ ഫൗണ്ടർ. ദേ ആർ ദ ബെസ്റ്റ്. എന്റെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതും എല്ലാം കൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല, ടച്ച് വുഡ്. അതിന്റെ മെയിൻ റീസൺ ബിക്കോസ് ഐ എം 31, ഐ എം ഗോയിങ് ടു ബി 32 in 1 month. അപ്പം ഈ 32 വയസ്സിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത് നമ്മൾ വെറുതെ സ്കിൻ കെയർ ഇട്ടിട്ടുകൊണ്ട് മാത്രമായില്ല. ദിസ് പ്ലേസ് എ വെരി വെരി ഹ്യൂജ് റോൾ. അങ്ങനെ പറ. ചേച്ചിന്റെ പ്രൊമോഷൻ വീഡിയോസും ബ്യൂട്ടി ടിപ്സും ഒക്കെ കണ്ട് ക്രീമൊക്കെ വാരി തേച്ച ഒരു പാരായി. അതന്നെ, എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ. എന്നാലും ചേച്ചി ഈ ചതി വേണ്ടില്ലായിരുന്നു. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ ക്ലിനിക്കിൽ നിന്ന് എടുത്ത ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പുട്ടിന് തേങ്ങിടുന്ന പോലെ ഓരോ ദിവസവും ഓരോ ക്രീമും പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? അങ്ങനെ പ്രൊമോഷൻ വർക്കുകളിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണല്ലോ അല്ലെ ചേച്ചി ഡെർമറ്റോളജി ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനെ പറ. മണ്ടൻ ഫോളോവേഴ്സ് കണ്ട ചാത്തൻ ക്രീമൊക്കെ വാരി തേച്ച് പണ്ടാറടങ്ങട്ടെ. ഞാൻ ആ നേരം കൊണ്ട് കൊച്ചിയിലെ ഏറ്റവും നല്ല ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കും അല്ലേ ചേച്ചി? അല്ലെങ്കിൽ ഞാനിത് എത്ര കാലമായിട്ട് പറയുന്നതാണ്. പല ക്രീമുകൾ ഇവര് കാണിക്കും. ഈ ക്രീമുകൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്നും പറയും. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണെന്നൊക്കെ തട്ടിവിടും. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇതേപോലെ ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പോയിട്ട് വലിയ പൈസ ഒക്കെ ചെലവാക്കി നല്ല ട്രീറ്റ്മെന്റ് ഇവരെടുക്കും. ഇങ്ങനെയാണ് ഇവരുടെ സ്കിന്നും സൗന്ദര്യവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. മാസത്തിൽ 2 തവണ താൻ ഗ്ലൂട്ടോത്തിയോൺ IV വരെ എടുക്കാറുണ്ടെന്നൊക്കെ അപർണ വീഡിയോയിൽ തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും വീഡിയോയുടെ ബാക്കി ഭാഗം കേട്ടോക്കാം. സോ എൻ്റെ ഇന്നത്തെ സെൽഫ് കെയർ പരിപാടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ലെറ്റ്സ് ഗോ. കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇതാണ് ഞാൻ എപ്പോഴും നോർമലി ഇവിടെ വന്ന് ചെയ്യുന്ന ഒരു റെഗുലർ ഒരു ട്രീറ്റ്മെൻറ്റ്, ഗ്ലൂട്ടതയോൺ IV. ഞാൻ എപ്പോഴും IV ഷോട്ട് എടുക്കും. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ ഇറ്റ് ഇസ് ദ ടൈം. ആ ഒരു നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഫോളോ അപ്പ് വരും. ഇറ്റ് ഇസ് യുവർ ടൈം ടു ഗെറ്റ് ഡൺ ഈ ഗ്ലൂട്ടതയോൺ എന്ന് പറഞ്ഞിട്ടൊരു ഫോളോ അപ്പ് മെസ്സേജ്. അപ്പോൾ ഞാൻ എപ്പോഴും വന്ന് ഗ്ലൂട്ട IV ചെയ്യും. ഇപ്പം ഈ ഗ്ലൂട്ട IV ഞാൻ ചെയ്യുന്നത് ഐ തിങ്ക് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബട്ട് ഒരു അപ്രോക്സിമേറ്റ് 1, 2, 3 അല്ല 4 years ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്.
ആ അങ്ങനെ പറ 4 വർഷം മുടങ്ങാതെ ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് നമ്മുടെ ചേച്ചി. അതുകൊണ്ടാണ് ചേച്ചിയുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. പക്ഷെ ബ്യൂട്ടി ക്രീമിനെ പരസ്യം ചെയ്യുമ്പോൾ ചേച്ചി ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ പറയാറുള്ളത്. ക്രീം പുരട്ടിയത് കൊണ്ടാണ് സ്കിൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്നൊക്കെയാണല്ലോ ചേച്ചി ഇങ്ങനെ വെച്ച് കാച്ചിരുന്നത്. ഇതിലിപ്പോ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തായാലും സത്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്ത് വരുന്നുണ്ടല്ലോ. വരട്ടെ ബാക്കിയാണ് നോക്കുന്നത്. every month at least once. പക്ഷെ ഇപ്പൊ right now I am very consistent. Every month twice ഒക്കെ ഞാൻ വന്ന് ഗ്ലൂട്ട ചെയ്യാറുണ്ട്. Glutathione is a very good antioxidant and it is very very important for your skin elasticity, skin health എല്ലാം. എൻ്റെ സ്കിൻ ഹെൽത്തിന് എനിക്ക് തോന്നുന്നു ഒരു മേജർ പങ്ക് ഗ്ലൂട്ടത്തിയോൺ ഉണ്ട്. ആൻഡ് ഇതിൽ മൾട്ടി വൈറ്റമിൻസ്, വൈറ്റമിൻ സി അങ്ങനത്തെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഗ്ലൂട്ടത്തിയോൺ IV ആണ്. മോർ ദൻ ടാബ്ലറ്റ്സ് I would recommend glutathione IV for you because it works very efficiently and it is it performs really nice. So glutathione IV എടുക്കാത്തവരെ ഒന്ന് എടുത്ത് നോക്കുക. You will see the difference. ഭയങ്കര മേജർ ഡിഫറൻസ് സ്കിന്നിന് ഉണ്ടാവും. ആക്നെയൊക്കെ നന്നായിട്ട് കുറയും, ഗ്ലോ വരും, ഒരു റേഡിയൻറ്റ് ഫീലിംഗ് കിട്ടും. സോ it is one of my favorite treatments. And ഇപ്പോൾ right now I'm doing gluta and I'm moving on to a facial. ഫേഷ്യൽ ചെയ്തെന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ എന്ത് ഫേഷ്യലാണ് ചെയ്യുന്നതെന്ന് പറയാട്ടാ. After glutathione ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. I just got a facial done and I just woke up from a very quick nap. നല്ലോണം ഉറങ്ങി. So this one is called Signature Hydra Facial. I get a facial done every month. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ because I do have few whiteheads, especially around my nose area and chin. അപ്പോൾ whiteheads remove ചെയ്യാനായിട്ട് ആ ഒരു extraction process is there in the Signature Hydra Facial. So അതുകൊണ്ട് I opt for Signature Hydra Facial every month without fail. Sometimes I even fluctuate. I do Wish Pro facial, I do other relaxing facials, but I am always a fan of Signature Hydra Facial because it is very hydrating. It gives a very subtle glow to your skin. Plus it extracts the whiteheads and both blackheads. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫേഷ്യലാണ്. If at all you are still doing pearl facial, gold facial, diamond facial, ഇതൊക്കെ പുറത്ത്, stop doing it. Never ever go to a very random beauty salon and get facials like pearl facial, gold facial, diamond facial, galvanic facial. അതൊന്നും ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഫേഷ്യൽസ് അല്ല. if you're എന്തൊരു കരുതലാണ് എന്റെ ചേച്ചിക്ക്. സാധാരണ ബ്യൂട്ടി പാർലറുകൾ കിട്ടുന്ന ഫേഷ്യൽ ഒന്നും നിങ്ങൾ ചെയ്യരുത്. അതൊക്കെ തട്ടിപ്പാണ് പോലും. ആരപ്പോ ഈ പറയുന്നത് നോക്കണം. സകല ചാത്തൻ ക്രീമുകളും പ്രൊമോട്ട് ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന ആളാണ് ഇത്രയും കരുതലോടെ സംസാരിക്കുന്നത് ഓർക്കണം. നിങ്ങൾ ഡെർമറ്റോളജി ക്ലിനിക്കിൽ വന്ന് അവിടെയുള്ള ഫേഷ്യൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ പോലും. അതും ചേച്ചി ഇപ്പൊ പോയിരിക്കുന്ന അതേ ക്ലിനിക്കിൽ തന്നെ പോയാൽ അത്രയും നല്ലത് അല്ലേ ചേച്ചി? ഇതും ഒരു പ്രൊമോഷൻ തന്നെ. ഇങ്ങനെ ഒരു കൊളാബ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കല്യാണി ചേച്ചി കുറെ നോക്കിയത്, പക്ഷെ നടന്നില്ല. എന്തായാലും അപർണ ചേച്ചി ഒന്ന് സെറ്റ് ആക്കിയല്ലോ, സന്തോഷം. ഇവർ ഈ വീഡിയോകൾ ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ ഇതെല്ലാം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും കേട്ട് നിങ്ങൾ ചാടി ഇറങ്ങാൻ നിൽക്കേണ്ട മക്കളെ. ചേച്ചിക്ക് ഇതിനൊന്നും ഒരൊറ്റ പൈസ ചെലവില്ല, എല്ലാം കൊളാബാണ്. ചേച്ചി ചെയ്യുന്നത് കണ്ട് എല്ലാം കൂടി ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ട്രൗസർ കീറും. എന്തൊരു ഇരട്ടത്താപ്പാണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. ക്രീം തേച്ചിട്ടാണ് വെളുത്തതെന്ന് പറഞ്ഞ ആൾക്കാർ പറ്റിക്കും. എന്നിട്ട് ഇവര് പോയി വില കൂടിയ സ്കിൻ ട്രീറ്റ്മെന്റുകൾ എടുക്കുകയും ചെയ്യും. ഇതൊന്നും പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അറിയൂലല്ലോ. അവരൊക്കെ നോക്കുമ്പോൾ ചേച്ചിമാർക്ക് ഇങ്ങനെ വെളുത്ത് തൊടുത്തിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ക്രീമൊക്കെ തേച്ചിട്ടാണ് ഇങ്ങനെ വെളുത്തതെന്ന് അവർ വിശ്വസിക്കും. എന്നിട്ട് ഇല്ലാത്ത പൈസ ഒക്കെ കൊടുത്ത് ആ ക്രീമൊക്കെ വാങ്ങി തേച്ച് മൂഞ്ചും. ഇങ്ങനെയൊക്കെ ആളെ പറ്റിച്ചാലും അപർണ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാണ് കോമഡി. കഴിഞ്ഞ ദിവസം ഞാൻ അപർണയെ കുറിച്ച് ചെയ്ത വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞാനൊന്ന് വായിച്ചുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ നോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ കമന്റ് സെക്ഷൻ വോണ്ട് അഗ്രി വിത്ത് മീ ആൻഡ് ഐ ആം നോട്ട് എ ഫാൻ ഓഫ് അപർണ ഓർ സംതിങ് ആൻഡ് ഐ ഹാവ് ബീൻ ഫോളോയിങ് ഗൈസ് ആസ് വെൽ ആസ് അപർണ ഫ്രം എ ക്വൈറ്റ് ലോങ് ടൈം ആൻഡ് ഗൈസ് വീഡിയോ ഹാവ് നെവർ ബീൻ ദിസ് മിസ്ലീഡിംഗ്. ഇറ്റ് ഫീൽ ലൈക്ക് he didn't got any other topic so he picked. I feel this purely because of his caption because കയ്യോടെ പൊക്കി അപർണ ആരും കയ്യോടെ പൊക്കിയിട്ടില്ല. ആക്ച്വലി the only thing I like about here is she always share that she do these treatments from wherever she taken glow drips or any beauty shots she have always shared in her story unlike most actors and influencers, so she kept her viewers in dark
ആൻഡ് ഇറ്റ് ടേക്ക് ഗട്സ് ആൻഡ് ഈ സ്കിൻ കെയർ പ്രൊമോഷൻ കാണുന്ന ആൾക്കാർ ആ സ്റ്റോറീസും കണ്ടിട്ടുണ്ടാവും. സോ ഇവൻ ദേ നോ ഹെർ ഗ്ലോ ഈസ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് അപർണ. സോ ദിസ് അപർണ കൈയോട് പൊക്കി തിങ്സ് ഈസി ടു ഇവൻ എ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഫോർ 15+ long minute. I don't think so. So genuinely request you guys as a subscriber since a long time give quality content because once guys used to give a good content, not something forced. Okay, ഈ കമന്റിന്റെ സമ്മർ എന്താണെന്ന് വെച്ചാൽ അപർണ പല ക്രീമുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ പല ക്ലിനിക്കുകളും പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യവും അപർണ ഫോളോവേഴ്സിനെ അറിയിക്കാറുണ്ട്. മറ്റു പല ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ കമന്റിലൂടെ ഉദ്ദേശിച്ചത്. അതായത് ക്രീം ഉപയോഗിച്ചിട്ടല്ല അപർണ തന്നെ സൗന്ദര്യം നിലനിർത്തുന്നതെന്ന് അപർണ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അപർണ ജെന്യൂൻ ആണെന്നുള്ള പോയിന്റ് ആണ് ഈ കമന്റ് ചെയ്ത ആൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ക്ലിനിക്കുകൾ പോയിട്ട് പലവിധ ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടാണ് അപർണ സൗന്ദര്യം നിലനിർത്തുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കണ്ട ക്രീമുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്? ആളെ പറ്റിക്കുന്ന പരിപാടി ഇല്ലത്. അപ്പൊ ചിലര് പറയും അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന്. അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഞാൻ അതൊന്ന് വായിച്ചുതരാം. ബ്രദർ അപർണ തോമസ് is a beauty content creator and her job is to show and review different kind of products. That's exactly why we girls follow beauty creators. For example, I can't buy every product and test it myself. They try products first so we can understand how they work before spending our money. The first sunscreen she showed was basic sunscreen, while the second was tinted sunscreen with highlighted effect. They are two completely different products with a different purpose. Even though I am not a beauty blogger, I still have 3 different type of sunscreen because each one serves a different purpose. She is content creator, so of course she will have even more products. What's wrong with you, man? What's wrong with that? There are so many creators like Aparna and Glami Ganga. They are not hiding anything. Most of us already know they use chemical treatment, glutathione and other skincare procedures. We are aware of that. What we really need is someone who introduces good product and explain which one are worthy buying. We care a lot about our skin and we know that not every product suits every skin type. We choose product based on our own skin concerns. So if you are not familiar with skincare or beauty content, please don't judge or speak about it without understanding how it works. കണ്ടല്ലോ, അപർണയുടെ ജോലിയാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. അല്ലെ ഇയാളെ പറ്റിക്കുന്നതൊക്കെ എപ്പോഴാണ് ഒരു ജോലി ആയത്? പിന്നെ എന്താ പറഞ്ഞത്? എല്ലാ പ്രൊഡക്റ്റും വാങ്ങി ഉപയോഗിച്ച് നോക്കി അതിൽ നിന്നും നല്ലത് തിരഞ്ഞെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. സോ അപർണയെ പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇതെല്ലാം വാങ്ങി ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ അതിൽ നിന്ന് നല്ലൊരു പ്രൊഡക്റ്റ് നോക്കി നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലേ? അതിനാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപർണയെ പോലുള്ളവർ വീഡിയോക്ക് വേണ്ടി ഇതെല്ലാം വാരി തേച്ച് നിങ്ങളുടെ മുന്നിൽ വരും. വീഡിയോ കഴിഞ്ഞാൽ ഓടിപ്പോയി എല്ലാം കഴുകി കളയും. എന്നിട്ട് നേരെ പോയി ഏതെങ്കിലും പ്രീമിയം ഡെർമറ്റോളജി ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കും. പലർക്കും ഈ കാര്യമൊക്കെ അറിയാം, ഇവരൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നാലും പിന്നെയും പോയി കുഴിയിൽ ചാടിക്കൊടുക്കും. അതാണ് കോമഡി. എന്തായാലും ഇതുപോലെ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവരൊക്കെ ഇവിടെ തന്നെ കാണും. എന്തായാലും അടുത്ത കമന്റ് വായിച്ചു നോക്കാം. പ്രൊമോഷൻ ചെയ്യുന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഒരു സാധനം വെറുതെ ഇത് വളരെ നല്ലതാണ് എല്ലാവരും വാങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ ആളുകൾ വാങ്ങണമെന്നില്ല. അതുകൊണ്ടാണ് അവർ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് പ്രൊമോഷൻ ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് വരുമാനവും ലഭിക്കുന്നു. അതെന്നാണ് ഞാനും പറഞ്ഞത്, എല്ലാം വെറുതെ സ്ക്രിപ്റ്റഡ് ആണെന്ന്. പക്ഷേ സ്ക്രിപ്റ്റഡ് പോലെയല്ലല്ലോ അവരിത് അവതരിപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. റിയൽ ആയിട്ട് ഉപയോഗിച്ച് നോക്കി റിവ്യൂ പറയുന്ന പോലെയാണ് ഇവർ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്രേ നമ്മളും പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വീഡിയോയുടെ ആദ്യമേ പറയാൻ ഇവരൊക്കെ തയ്യാറാവണം. ആരെങ്കിലും അതിന് തയ്യാറാവും? ഇല്ല, കാരണം അങ്ങനെ പറഞ്ഞവർക്ക് പിന്നെ പ്രൊമോഷൻ അവർക്ക് കിട്ടൂല. അത്ര തന്നെ. ബാക്കി വെച്ച് നോക്കാം. പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് ഇതൊരു പരസ്യമാണെന്ന് പറയാം. അതുപോലെ കാണുന്ന നമുക്കും ഇതുപോലെ പ്രൊമോഷൻ ആണെന്ന് മനസ്സിലാക്കാം. എന്നിട്ടും ചിലർ അത് പരിശോധിക്കാതെയും ചിന്തിക്കാതെയും വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്തം അവർക്കും ഉണ്ടാകും. ആരെങ്കിലും പറയുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കേണ്ടതില്ല. കൊള്ളാലോ. ഒരു കള്ളൻ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ ആ കള്ളനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കള്ളൻ കയറിയതെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത്. എന്തൊക്കെ തരം ലോജിക്കാണെന്തോ. ബാക്കി വെച്ച് നോക്കാം. എന്തായാലും നീയും യൂട്യൂബിൽ സ്വന്തമായി വീഡിയോ ഉണ്ടാക്കുന്ന ആളല്ലേ? മറ്റുള്ളവരുടെ വീഡിയോകളെ മാത്രം കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. യൂട്യൂബിൽ നിന്ന് നിനക്ക് വരുമാനം ലഭിക്കുന്നതിനാലാണ് നീയും വീഡിയോ ചെയ്യുന്നത്. ആ വരുമാനം ഇല്ലായിരുന്നെങ്കിൽ നീയും ഇത്ര സജീവമായി യൂട്യൂബിൽ ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിക്കാം. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോകൾ കമന്റ് ഇടുന്ന പോലെ നീയും മറ്റുള്ളവരുടെ വീഡിയോകൾക്ക് കമന്റ് ഇടുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. ഞാൻ നല്ല അന്തസ്സായി കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതും അതിലൂടെ പൈസ ഉണ്ടാക്കുന്നതും. ആരെയും പറ്റിച്ച് ഇന്നവരെ നയാ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സോഷ്യൽ റെലവന്റ് ആയ വിഷയങ്ങളും സോഷ്യൽ മീഡിയയിലെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള വിഷയങ്ങളും എടുത്ത് അതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. കുറ്റം പറച്ചിൽ മാത്രമല്ല, ഒരു വിഷയത്തിലെ പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാം കുറ്റം പറച്ചിലായി തോന്നുന്നത് നിങ്ങളെ കുഴപ്പമാണ്. പിന്നെ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി കണ്ടാണെങ്കിലും മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതിനെ മറ്റുള്ളവരുടെ കോണ്ടന്റ് എടുത്ത് കുറ്റം പറച്ചിലായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപർണ ചേച്ചിയുടെ വീഡിയോസ് ഇനിയും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റുകൾ ചേച്ചി എടുക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ. അപർണ ചേച്ചി അവിടെ മേക്കപ്പ് ഇട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഡോക്ടർ നിലൂഫറിനെ കണ്ടുവരാം. നിലൂഫറിനെ അറിയാലോ അല്ലെ? മൈ വേ ബൈ കല്യാണുമായി ബന്ധപ്പെട്ട് റീസെന്റ് ഉണ്ടായ വിവാദത്തിൽ കല്യാണിയുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളാണ് ഡോക്ടർ നിലൂഫർ. ഈ ഡോക്ടറിന്റെ ക്ലിനിക്കിനെതിരെയാണ് കല്യാണി ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ ഡോക്ടറുടെ ഒരു ഇന്റർവ്യൂ 2 ദിവസം മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെയും ബ്യൂട്ടി ക്രീം പ്രൊമോഷനെയും കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഞാൻ ഈ റീസെന്റ് ഒരു 6 മാസം മുന്നേ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു
ക്രീം, ഐ മീൻ ഒരു ഓയിൻമെന്റ് ഭയങ്കര വൈറലായി. പോർസ് തൂക്കുന്നു, ആ പോർസിന്റെ അവിടെ അത് അപ്ലൈ ചെയ്യുന്നു, ഒരു 3 times 4 times അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ബിഫോർ ആഫ്റ്റർ. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഞാനത് അയച്ചുതരാട്ടോ. ഞാൻ എന്നിട്ട് ഓക്കെ എന്താണെങ്കിലും സാധനം വന്നാണ്, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു, എന്റെ ചേച്ചി ഇതൊരു മനുഷ്യന് വേണ്ടാതിരുന്ന സാധനമാണ്, ഇപ്പൊ ഇതിവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ പവർ എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ആർക്കും വേണ്ടാതെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു സാധനം 4 ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്തപ്പോഴേക്കും ചൂടപ്പം പോലെ വിറ്റുപോയി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം പ്രൊമോഷനുകൾ ചെയ്യുന്നവരെ നമ്മൾ വിമർശിക്കുന്നത്. സമൂഹത്തിൽ ഇവർ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരാളെ വെച്ചല്ലേ ചെയ്യുക. നാട്ടിലുള്ള ബ്യൂട്ടി ഓറിയന്റഡ് കണ്ടന്റ് ചെയ്യുന്ന സകല ഇൻഫ്ലുവൻസേഴ്സിനെയും പ്രൊമോഷന് വേണ്ടി ഇവർ ഉപയോഗിക്കും. അതോടെ ആളുകൾ അത് അങ്ങോട്ട് വിശ്വസിക്കും, ആ ക്രീം വാങ്ങും. അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന മൈൻഡിലായിരിക്കും പലരും ഇത് വാങ്ങുന്നത്. കുറെ കാലമായി സ്കിന്നിന് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുടികൊഴിച്ചിലുള്ള ആളുകൾ. ഇവരൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഇത് വാങ്ങുക. ഇനിയിപ്പോ ഇതായിട്ട് ഉപയോഗിച്ചില്ലെന്ന് വേണ്ട, അഥവാ സെറ്റ് ആയാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും പലരും ഇത് ചാടി പുറപ്പെട്ട് വാങ്ങുന്നത്. എന്നിട്ടും അവസാനം പണി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ എത്ര ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും ബാക്കി ഇട്ട് നോക്കാം. ഈ പോർസ് അടയ്ക്കുമെന്നുള്ളതാണ് ആ ഓർമെന്റിന്റെ പർട്ടിക്കുലർ ഒരു യൂസേജ് പറയുന്നത്. പക്ഷെ അത്തരത്തിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മള് കൊറിയൻ സ്കിൻ കെയർസ് ഭയങ്കരമായിട്ട് വൈറലാണ്. ഈവൻ ഹാൻഡ് അതുപോലെ നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായി കൊറിയൻ സ്കിൻ ടൈപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് യൂസ് ആവുന്ന സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. ഇത്തരത്തിൽ വരുന്ന ചേഞ്ചസ്, അത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ ചേഞ്ചസ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും പോപ്പുലറൈസ് ആകുന്നത്. ഈ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് ഡോക്ടർ നോക്കി കാണുന്നത്? ഇത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആൻഡ് ടീം ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും, ഡോക്ടർ മാത്രം കണ്ട് ഇരുന്നോ, ഇവിടെ നാട്ടിൽ കുറെ സീറംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ദർഫോർ ഐമിന്റെ പേരിൽ ഒരു സീറം ഒന്നുമില്ല. അപ്പോഴും ഞാൻ പറയും, എന്നെ കൂടെ സീറം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഐ നോ വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു ടു യുവർ സ്കിൻ. സീറം ഫോർമുലേഷൻസിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് അത് ഇമ്പാക്ട് ചെയ്യുക, ഇന്ന ടൈപ്പ് ഫോർമുലേഷൻസ് എന്താ ഇമ്പാക്ട് ചെയ്യുക. ഞാൻ പറയും, ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ ആ ഫോർമുല ക്രാക്ക് ചെയ്യുന്നു അന്ന് ഞാനത് ഉണ്ടാക്കും. അല്ലാതെ ഈ 3 പ്രൊഡക്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എല്ലാ ഇന്റർവ്യൂസും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഐ യൂസ് ടു സേ ദാറ്റ്. ഐ യൂസ് സച്ച് പ്ലാറ്റ്ഫോംസ് ടു സേ ദാറ്റ്. ഇപ്പോൾ ഇതിനെങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പം ഞങ്ങളുടെ ബ്രാൻഡ് വാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ 10-15 എന്താ പറയുക സ്റ്റെപ്പ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇക്കൊല്ലം പി ബ്യൂട്ടി വരുമ്പോൾ അവർ 50 സ്റ്റെപ്പ് ആക്കോ അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് ആക്കോ. അപ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ? ഇവർക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെയാണല്ലോ കഴിഞ്ഞ കൊല്ലം 10 സ്റ്റെപ്പ് എന്നും പറഞ്ഞ്, ഈ ഇൻഫ്ലുവൻസർ തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ച വേറെ സീറത്തിനെ കുറിച്ച് പറഞ്ഞതും. I will give it to you in writing. Show me one influencer who is using so much of products and then have a good skin. പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഏറെക്കുറെ ആൾക്കാർ എനിക്കറിയാലോ. ഇവരൊരു സ്കിന്ന് എവിടെയാണ് ഇത്ര നല്ല സ്കിന്ന്? അവരുടെ സ്കിന്നിൽ ഒരൊറ്റ പാടും ഇല്ലാതെ, കാര്യം ഈ പ്രൊഡക്ട്സുകൾ കൂടുതൽ ഉപയോഗിച്ചുള്ള പ്രശ്നം വെച്ചാൽ ബാരിയർ കോംപ്രമൈസ്ഡ് ആവും. ബാരിയർ കോംപ്രമൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു പിമ്പിൾ പാടായിട്ട് നിൽക്കും, സ്റ്റബേൺ പാടായിട്ട് നിൽക്കും. എന്തിനാ ഈ ബാരിയർ കോംപ്രമൈസ് ചെയ്യാൻ നിന്നേ? നമുക്കപ്പോ ഒരു ഇത്രയും പ്രൊഡക്ട്സിനൊന്നും ഒരു ആവശ്യമില്ല. ഇപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡോക്ടറും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവനവന്റെ ശരീരം, അവനവന്റെ ആരോഗ്യം. കണ്ണി കണ്ടവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും പറയുന്നത് കേട്ടിട്ട് ചാടി പുറപ്പെട്ട് പണി വാങ്ങാൻ നിൽക്കണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.